ഓർക്കാട്ടേരി ശിവക്ഷേത്ര ജീർണോദ്ധാരണ കമ്മിറ്റി അംഗങ്ങളെ അപകീർത്തിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള നീക്കത്തിനെതിരെ ഓർക്കാട്ടേരിയിൽ സർവകക്ഷി പ്രകടനവും പൊതുയോഗവും നടത്തി. ക്ഷേത്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി CK രാജീവിനെ മർദ്ദിച്ചതും മിനിറ്റ്സ് ബുക്ക് തട്ടിയെടുത്ത സംഭവം യോഗം ശക്തമായി അപലപിച്ചു. ജീർണോദ്ധാരണ കമ്മിറ്റിക്ക് സർവേവിധ പിന്തുണയും യോഗം പ്രഖ്യാപിച്ചു. പ്രദേശത്ത് ശാന്തിയും സമാധാനവും നിലനിർത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കച്ചേരി മൈതാനിയിൽ നടന്ന പൊതുയോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് OK കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ N ബാലകൃഷ്ണൻ, PK കുഞ്ഞിക്കണ്ണൻ, കോട്ടയിൽ രാധാകൃഷ്ണൻ, N വേണു, ഷുഹൈബ് കുന്നത്ത്, പറമ്പത്ത് പ്രഭാകരൻ, E രാധാകൃഷ്ണൻ, S ഹരിദേവ്, കുനിൽ രവീന്ദ്രൻ, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി CK രാജീവൻ എന്നിവർ സംസാരിച്ചു. ഓഡിറ്റോറിയത്തിന്റെ പൂട്ട് പൊളിച്ച് അവിടെ യോഗം നടത്തി കയ്യേറി അക്രമം നടത്താൻ ശ്രമിച്ചു. പക്ഷേ ക്ഷേത്ര കമ്മിറ്റി വാരികൾ മതവിശ്വാസത്തിന്റെ പേരായി അത് ക്ഷമിച്ചു, സഹിച്ചു. ഇവിടെ ക്രമസമാധാനം ഉണ്ടാകണം, തകരുന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഈ ക്ഷേത്രോദ്ധാരണ കമ്മിറ്റിയുടെ ലക്ഷ്യം. അത് സഹിച്ച് മുന്നോട്ട് പോയി പല പ്രവർത്തനങ്ങൾക്കും പലപ്പോഴായി അപവാദങ്ങളും അപമാന പ്രചരണങ്ങളും നടത്തി ഈ പ്രവർത്തകന്മാരെയും കമ്മിറ്റി ഭാരവാഹികളെയും പലപ്പോഴും അപമാനിച്ചു. ഇപ്പം അവസാനം നമുക്കറിയാം, ഇതുണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത, നമ്മുടെ രാജ്യത്ത് തന്നെ ഇല്ലാത്ത രൂപത്തിൽ ഈ സംഘപരിവാർ ശക്തികൾ നടത്തിയത്. ഒരു കമ്മിറ്റിയുടെ മിനിറ്റ്സ് പിടിച്ചു വാങ്ങാൻ വേണ്ടി ആ കമ്മിറ്റി ഭാരവാഹികളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തല്ലി തകർത്ത് മിനിറ്റ്സ് പിടിച്ചേറ്റി മതിൽ ചാടി ഓടി രക്ഷപ്പെട്ട സംഭവം ഇവിടെ എല്ലാവരും കണ്ടതാണ്. ഇതിൻ്റെ സെക്രട്ടറി എന്തോ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എവിടെ എത്തി നമ്മുടെ നാട്? ഒരു പ്രദേശത്ത് ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ഏതെങ്കിലും സംഘപരിവാർ ശക്തികൾ ചേർന്ന് ഇതുപോലെ അക്രമം നടത്തിയാൽ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ആ ശക്തികളെ നമുക്ക് തകർക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കാര്യങ്ങളൊന്നും നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഇവിടെ അവർ കടന്നു കയറി എല്ലാത്തിനും അവരുടെ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇപ്പം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കച്ചേരി മൈതാനിയുടെ ഒരു ഭാഗത്ത് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഒരു ആരാധനാ സമ്പ്രദായമൊക്കെ തുടങ്ങിയത് അവിടെ നിൽക്കട്ടെ, മറുഭാഗത്ത് ഇപ്പോൾ കച്ചേരി മൈതാനി കാലാകാലമായി പൈതൃകമായി പാരമ്പര്യമായി നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവാക്കൾ വോളിബോൾ കളിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം പോലും ഞങ്ങളുടേതാണ്. അവിടെ ആരെയും കളിക്കാൻ പാടില്ല എന്ന് പോലും പറയാനുള്ള തൻ്റെ ഇടം അവർ കാട്ടിയിരിക്കുകയാണ്. ഇവരെവിടെ എത്തും? കാണുന്നതെല്ലാം മതവിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് പിടിച്ചു പറിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ജനാധിപത്യമുള്ള ഏറാമല പഞ്ചായത്തിലെ മതേതര ശക്തികൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഈ പ്രകടനത്തോടെ കണ്ടത്. കണ്ടില്ലേ നിങ്ങൾ? ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയമായി സംഘം പിരിഞ്ഞ് പ്രതിഷേധ പ്രകടനം നടത്താറുണ്ട്, പൊതുയോഗം നടത്താറുണ്ട്, പ്രകടനം നടത്താറുണ്ട്. പക്ഷേ ഈ കൂട്ടായ്മക്കെതിരെ, മതേതര ശക്തികൾക്കെതിരെ, സമാധാനത്തിനെതിരെ, സൗഹാർദ്ദത്തിനെതിരെ ഓഡിറ്റോറിയം ഒരു സുപ്രഭാതത്തിൽ മറ്റു ശക്തികൾ വന്ന് പൂട്ടിട്ട് പോയാൽ സ്വാഭാവികമായും അവരോട് വന്ന് പൂട്ടിട്ട് തുറന്നു തരണമെന്നാണോ പറയേണ്ടത്? ആ പൂട്ട് പൊട്ടിച്ച് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടിൽ കംപ്ലീറ്റ് വാട്സപ്പിലും മീഡിയാസിലൊക്കെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ പൂട്ടുപൊളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ തളിക്കുന്നത്. ഈ സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി ഈ ക്ഷേത്ര കമ്മിറ്റിയെയും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന ആളുകളെയും അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വക്കീലിന്റെ അടുത്ത് പോയപ്പോൾ, കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ പോയപ്പോൾ, അവിടെ നിന്നും ഞങ്ങളുടെ ട്രഷറർ PC ഗംഗാധരൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഭാര്യ ഫോൺ ചെയ്യുകയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ വടകരയാണുള്ളത്, ഞങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് കഴിഞ്ഞ പാടെ അവിടെ എത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഗംഗാധരേട്ടന്റെ വീട്ടിലെത്തിയപ്പോൾ
അവരോട് സംഗതികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അപ്പോൾ നിങ്ങൾ എന്തിനാണ് പിന്നെ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിന്റെ താക്കോൽ അവരെ എണ്ണാൻ വേണ്ടി കൊടുത്തത്? പിന്നെ അവർ കട്ടതിന്റെ ഭാഗമായിട്ട് ബാക്കി നിങ്ങൾക്ക് കൊണ്ടുതരുന്നുണ്ടാവും, ഇതെല്ലാവരും ഓതി വെച്ചെടുക്കുന്നല്ലേ പരിപാടി എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി.